കേരളം ഇനി ആര് ഭരിക്കും? ദിവസങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സർവേ പുറത്തുവിടുന്നു. കേരളം LDF ഭരിക്കുമോ, UDF ഭരിക്കുമോ? NDA കുതിച്ചുകയറ്റം നടത്തുമോ? നമുക്ക് നോക്കാം. LDF UDF കേരളം ഇനി ഭരിക്കുക. തെക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങാം. തിരുവനന്തപുരത്ത് LDF 10 മുതൽ 11 വരെ സീറ്റ് നേടും. UDF 1 മുതൽ 3 സീറ്റ് വരെ നേടും. BJP 1 സീറ്റ് നേടാനുള്ള സാധ്യത ഉണ്ട്. അത് നിയമമാണ്. ആ 1 സീറ്റ് തന്നെ ഇപ്പോൾ കൺഫ്യൂഷനിലാണ്. എന്തു വന്നാലും ഇതാണ് തിരുവനന്തപുരത്തെ സ്ഥിതി. ഇനി കൊല്ലം LDF 6 സീറ്റ് നേടുമ്പോൾ UDF അവിടെ വലിയ കുതിച്ചുകയറ്റം നടത്തും. UDF അവിടെ 5 സീറ്റ് നേടും. 11 സീറ്റിൽ 6 LDFും 5 UDFും വിജയിക്കും. ഇനി പത്തനംതിട്ടയാണ്. കഴിഞ്ഞ തവണ 5-ൽ 5 നേടിയ പത്തനംതിട്ട LDF 3 സീറ്റ് നേടും. UDF 2 സീറ്റ് നേടും. UDFന് വലിയ മുന്നേറ്റം പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്നാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവ് സർവേയിൽ തെളിയുന്നത്. ഇനി ആലപ്പുഴയാണ്. ആലപ്പുഴ LDF 6 സീറ്റും UDF 3 സീറ്റും നേടും. അവിടെയും UDF നില മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ് UDFന് ലഭിച്ചത്. ഇത്തവണ 3 സീറ്റ് UDF ആലപ്പുഴയിൽ നേടും. ഇനി മധ്യ കേരളത്തിലേക്ക് വരാം. മധ്യ തിരുവിതാംകൂറിലേക്ക് വരാം. അവിടെ കോട്ടയത്ത് LDF 6 സീറ്റ് നേടും. UDF 3 സീറ്റ് നേടും. ഇനി എറണാകുളമാണ്. എറണാകുളം UDF തൂത്തുവാരും. UDF അവിടെ 10 സീറ്റ് നേടുമ്പോൾ LDFന് 4 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഇനി ഇടുക്കിയാണ്. കഴിഞ്ഞ തവണ LDF തേരോട്ടം നടത്തിയ ഇടുക്കി, തൊടുപുഴ ഒഴികെ എല്ലാ മണ്ഡലങ്ങളും LDF നേടിയിരുന്നു. ഇത്തവണ UDF അവിടെ നില മെച്ചപ്പെടുത്തും. അവിടെ LDF 3 സീറ്റ് നേടുമ്പോൾ UDF 2 സീറ്റ് നേടും. ഇനി തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ LDF 10 സീറ്റ് നേടും. UDF 1 സീറ്റ് നേടും. അവിടെ BJP 1 സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട്. അത് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂർ തന്നെയാണ്. ഇനി നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് പോകാം. കോഴിക്കോട് കഴിഞ്ഞ തവണ LDF അശ്വമേധം നടത്തിയ കോഴിക്കോട് LDF 7 സീറ്റ് നേടും. UDF 6 സീറ്റ് നേടി ഇഞ്ചോടിഞ്ച് മത്സരം കോഴിക്കോട് കാഴ്ചവെക്കും. ഇനി മലപ്പുറമാണ്. മലപ്പുറം LDF 1 സീറ്റിൽ ഒതുങ്ങും. UDF അവിടെ 15 സീറ്റ് നേടി UDF തേരോട്ടം തുടരും. ഇനി വയനാടാണ്. വയനാട് LDF 1 സീറ്റ് നേടും. UDF 2 സീറ്റ് നേടും. ഇനി LDFന്റെ കണ്ണൂർ കോട്ടയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കണ്ണൂർ കോട്ടയിൽ 2 സീറ്റ് UDF നേടുമ്പോൾ 8 സീറ്റ് LDF നേടും. ഇനി പാലക്കാടാണ്. പാലക്കാട് LDFന്റെ ഉറച്ച കോട്ടയാണ്. അവിടെ LDF 8 സീറ്റ് നേടും. UDF 3 സീറ്റ് നേടും. NDA 1 സീറ്റ് നേടും. അത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട് സീറ്റ് ആയിരിക്കും. ഇനി കാസർഗോഡാണ്. കാസർഗോഡ് LDF 3 സീറ്റ് നേടും. UDF 2 സീറ്റ് നേടും. ഇതാണ് കേരളത്തിലെ സർവേ. ആകെ മൊത്തം നോക്കുമ്പോൾ LDF വീണ്ടും അധികാരത്തിൽ വരും. തുടർ ഭരണം ഉറപ്പ്. 70 മുതൽ 77 വരെ സീറ്റ് നേടി LDF അധികാരത്തിൽ തുടരും. UDF മികച്ച പ്രകടനം കാഴ്ചവെക്കും. 45 മുതൽ 51 വരെ സീറ്റ് നേടി UDF ഇഞ്ചോടിഞ്ച് പ്രകടനം തന്നെ കാഴ്ചവെക്കും ഇത്തവണ. ഇനി NDA ആണ്. NDA 1 മുതൽ 3 വരെ സീറ്റ് നേടി അവരുടെ നില അല്പം മെച്ചപ്പെടുത്തും. ചുരുക്കത്തിൽ പിണറായി സർക്കാർ, പിണറായി 3.0 വീണ്ടും അധികാരത്തിൽ വരും.
മൂന്നാമതും പിണറായി അധികാരത്തിൽ വരും. ഒന്നും കൂടി പറയാം, LDF 70 മുതൽ 77 വരെ സീറ്റുകൾ, UDF 45 മുതൽ 51 വരെ സീറ്റുകൾ, NDA 1 മുതൽ 3 വരെ സീറ്റുകൾ. ഇതാണ് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിൽ തെളിയുന്നത്. ഈ സർവേയിൽ ഞങ്ങളെ സഹായിച്ച പത്രപ്രവർത്തകർക്ക്, ഈ സർവേ നടത്താൻ ഞങ്ങളെ സഹായിച്ച ജില്ലാ നേതാക്കൾക്ക്, വിവിധ പാർട്ടികളിലെ ജില്ലാ നേതാക്കൾക്ക്, മതസാമുദായിക നേതാക്കൾക്ക്, പൊളിറ്റിക്സ് കേരളയുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ നന്ദി, നമസ്കാരം.